എൻ്റെ ഓരോ ദിവസവും കാലത്ത് എണീക്കുമ്പോഴും പ്രശ്നങ്ങളാണ് തുടങ്ങുന്നത്, അല്ലാണ്ട് നല്ല കാര്യങ്ങളല്ല. പ്രശ്നങ്ങൾക്ക് കയറി അതിൻ്റെ പരിമിതികൾ വിട്ടു തുടങ്ങി. എനിക്കെന്നെ തോന്നി തുടങ്ങി നമ്മളെന്തോ ഒരു കസേരയും ഇങ്ങനെ പിടിച്ചിരിക്കുന്നതായിട്ടാണ് പൊതുജനത്തിൻ്റെ ഒരു അറിവ്. പക്ഷേ ഉള്ളിലങ്ങനെയല്ലെങ്കിലും ഉള്ളിൽ ഇപ്പോൾ കഴിഞ്ഞൊരു 3 വർഷങ്ങളിൽ 3 തവണകളിൽ ആരും എനിക്കെതിരെ നിന്നിട്ടില്ല. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരുണ്ടാവാറില്ല. ഞാൻ എപ്പോഴും പറയും പുതിയ ആൾക്കാർ വരണം. അതെനിക്ക് തോന്നുന്നു അതിനുള്ള സമയമായി. ഇപ്പോൾ എല്ലാ സംഭവങ്ങളായി, വലിയൊരു ഓഫീസായി, സംവിധാനങ്ങളായി, ഒരു റൊട്ടീനായി, ഒരു ഫയലിംഗ് സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം ഫോളോ ചെയ്യ ഒരാളുണ്ടായാൽ മതി, ഇനി വണ്ടി ഓടിക്കോളും. ഇനി സത്യം പറയാം എനിക്കൊന്നും പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല. അതാണ് എനിക്ക് അങ്ങനെ ചിന്ത വന്നത്. അല്ലാണ്ട് അമ്മയോട് ഇഷ്ടക്കുറവ് കൊണ്ടൊന്നുമല്ല. ഞാൻ ഇനിയും ഒരാളിരുന്ന് കഴിഞ്ഞാൽ സഹായിക്കാൻ തയ്യാറാണ്. അല്ല, ചില വിമർശനങ്ങൾ ചേട്ടൻ ആ സമയത്ത് കുറച്ച് അസഹനീയമായിട്ട് തോന്നിയിട്ടില്ലേ? അത് സ്വാഭാവികമല്ലേ. കാരണം വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് നമ്മളിൽ തന്നെ ചിലർ കയറി പഴിചാരുക. അവർക്കിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ അതിൽ ചില രാഷ്ട്രീയങ്ങളോ അല്ലെങ്കിൽ മറ്റ് ചില ലക്ഷ്യങ്ങളോ വെച്ചുകൊണ്ട് നമ്മളെ വെറുതെ കോർണർ ചെയ്യുക. പിന്നെ ഒരുപക്ഷെ ലാലേട്ടനാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. ലാലേട്ടനോട് കോർണർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ തലയിലേക്ക് ഇടുക. അതെനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഒരു മര്യാദകളൊക്കെ ലംഘിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ എല്ലാവർക്കും തോന്നല്ലേ ഞാൻ അത് പിടിച്ചിരിക്കുകയാണ്. പക്ഷേ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തീരുമാനം ചേട്ടൻ എടുത്തിരുന്നോ? എവിടെ ഞാനിത് രാജിവെക്കാൻ പോവുകയാണ്? അല്ല, ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ കഴിഞ്ഞ ടൈമിൽ തന്നെ മാറണമെന്ന് ഞാൻ എല്ലാവരും കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് റെഡി ആയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുക. പക്ഷേ ആരും അങ്ങോട്ട് വരുന്നില്ല. പക്ഷെ വന്നേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അമ്മയുടെ അടുത്ത പ്രസിഡന്റ് ആവേണ്ട രാജുവാണ്. ആണല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കാരണം കാര്യങ്ങൾ തുറന്നു പറയും രാജുവിൻ്റെതായ പൊളിറ്റിക്സ് ആയ എന്തൊക്കെയൊക്കെ ഉണ്ടായിക്കോട്ടെ, രാജുവാണ് അമ്മയുടെ അടുത്ത പ്രസിഡന്റ് ആവേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം രാജുവിന് അതിന് കഴിയും എന്ന് വിശ്വസിക്കുന്നു. രാജുവിന് അതിന് കേപ്പബിലിറ്റി ഉള്ള ആളാണ്. എല്ലാവരെയും വ്യക്തമായ കാര്യങ്ങൾ അറിയാം. രാജു നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. രാജുവിന് നല്ല ഒരാളുടെ വിഷമങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിവുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹം രാജു ആ ഒരു പൊസിഷനിലേക്ക് വരണം എന്നുള്ളത്. അല്ല, രാജുവാണ് എൻ്റെ ഇതിൽ അടുത്തൊരു പ്രസിഡന്റ് ആവേണ്ട ആൾ. അതുപോലെ കപ്പാസിറ്റി ഉള്ള ചാക്കോച്ചൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ